എല്ലാത്തിനെയും പിടിച്ച് വണ്ടി കയറ്റിക്കോ. ശരി സാർ. നടക്കടാ. ഹലോ, ആ വണ്ടി എവിടെയുണ്ട്? ഓ എടാ, നീയൊക്കെ ഏത് വണ്ടിയിലാണ് വന്നത്? ഒരു ബ്ലാക്ക് ജിപ്സി. താക്കോൽ എവിടെ? കയ്യിലുണ്ട് സാർ. ഹലോ, നിങ്ങൾ അവിടെ നിന്നാൽ മതി, നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, പെട്ടെന്ന് വിടും. ആ ഇറക്കിക്കോ. ഇറങ്ങണ്ട അങ്ങോട്ട്, ഇറങ്ങ്, നടക്കങ്ങോട്ട്, കയറിപ്പോ, നടക്ക്. എന്താ സാർ? സാർ ഇറങ്ങോട്ട്. ഇവന്മാരാണോ നോക്കിയേ? ഇവനില്ലായിരുന്നു, ഇവന്മാര് രണ്ടാളും ഉണ്ടായിരുന്നു സാറേ. ഉറപ്പാണോ? ഉറപ്പാ സാറേ. വാ. അവര് തന്നെയാന്നാ ചായക്കടക്കാരൻ പറയുന്നത്. എന്നാ നമ്മൾ രേഖപ്പെടുത്തി പറഞ്ഞു വിട്ടേ. ശരി സാർ. ഇതിലാരടാ സുധീഷ്? ഞാനാണ് സാർ. ഇവരൊക്കെ നിന്റെ സുഹൃത്തുക്കളാ? എന്താടാ നിന്റെ പേര്? ഫൈസൽ. എന്ത്? ഫൈസൽ. നിന്റെയോ? എൻ്റെ പേര് അനീഷ് എന്നാ സാറേ. അപ്പൊ കൊന്നതാരെയാ? ഞങ്ങളാരെയും കൊന്നിട്ടില്ല സാർ. നിങ്ങൾ വായക്കമ്പ കാട്ടു പോയിരുന്നു? എപ്പോഴാ പോയതെന്ന്? ഇന്നലെ. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. എത്ര പേര്? ഞങ്ങൾ 3 പേരെ പോയെ. താഴെ പുഴയുന്നൊരു ബോഡി കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും മിസ്സിംഗ് അല്ലല്ലോ? അല്ല സാർ, ഞങ്ങൾ എന്തിനെങ്കിലും ചോദ്യം ചെയ്യുന്നു. എന്താ ചോദ്യം ചെയ്യുന്ന എനിക്ക് പ്രശ്നമുണ്ടാ? സന്തോഷേ, ആ ഫോട്ടോ ഇങ്ങോട്ട് എടുത്തേ. ഇയാളെ നിങ്ങൾക്കറിയാം? താഴത്തെ പുഴയിൽ നിന്ന് കിട്ടിയ ഡെഡ് ബോഡി ആയിരുന്നു. എന്താടാ ഒന്നും പറയല്ലേ? പേടിച്ചിട്ടാണ് സാറേ. എന്തിനു പേടി? ഞങ്ങളാരും കൊന്നിട്ടില്ല സാർ. അപ്പൊ നിങ്ങൾക്ക് ഇവനെ അറിയാം? ഇവൻ റോബിൻ, ഞങ്ങളുടെ ഫ്രണ്ടാണ്. എന്താ പേര്? റോബിൻ. നമ്മൾ ഒരുമിച്ചാണ് കാട്ടിലേക്ക് പോയത്. പക്ഷേ ഇന്നലെ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അവൻ്റെ കാലൊന്ന് തെന്നി കൊക്കയിലേക്ക് പോയിരുന്നു സാർ. പെട്ടെന്ന് എന്താ ചെയ്യേണ്ടെന്നറിയാതെ നമ്മളാകെ പേടിച്ചു പോയി സാറേ. താഴെയാണെങ്കിൽ വലിയ കൊക്കയായിരുന്നു സാർ. എങ്ങനെ അന്വേഷിക്കാനാണ്?
പേടിച്ചു പോയി. അതാ മിണ്ടാതെ അങ്ങ് പോയത്. സാർ പേടിച്ചിട്ടാ സാർ, ഞങ്ങളാരും കൊന്നിട്ടില്ല. ഓ രാജീവോട് യുവമാരാണല്ലേ? താനിങ് വന്നേ. ഒന്ന് നോക്കിക്കോട്ടെ എന്തായിടോ കാര്യങ്ങള്? സാർ, അവർ പേടിച്ചിട്ടാണ് പോലും ഉണ്ടാകുന്നത്. ആഹാ, അപ്പൊ കാര്യങ്ങൾ അവന്മാർക്ക് അറിയാം. വേണ്ട പോലെ ഒന്ന് നോക്ക് രാജീവേ. എനിക്ക് SP ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്. പോരാത്തതിന് ആ ACP തന്നെയാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. നമുക്കൊന്നുകൂടി ചോദിച്ചു നോക്കാം. എന്നിട്ട് തീരുമാനമായില്ലെങ്കിൽ കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ രാജീവേ. ഇന്ന് രാത്രി തന്നെ തീരുമാനം ഉണ്ടാക്കണം. എന്ത് തെമ്മാടി തരാണ് കാണിച്ചേ? സാർ, എവിടെയായിരുന്നോ എല്ലാവരും കൂടി 2 ദിവസം? കൂട്ടത്തിൽ ഒരുത്തനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് വന്നിട്ട് മിണ്ടാതങ്ങ് മുങ്ങിയ ആരും ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? എടോ, കൂടുതൽ ഒളിച്ചു കളിയൊന്നും വേണ്ട. നിങ്ങൾ റോബിൻ എങ്ങനെ കൊന്നത്? ഞങ്ങൾ കൊന്നിട്ടില്ല സാറേ. അവൻ കാല് തന്നെ താഴേക്ക് വീണ് പോയതാ. ഓ, ഒറ്റക്ക് വീണെത്തതാ? എടോ, അവൻ വീണ് ചാവാൻ വേണ്ടി വന്നതാ ഇവിടെ. പറ, നിന്റെയൊക്കെ നാട് എവിടെയാ? കണ്ണൂരാ സാർ. നീയോ? സാർ ഞാൻ പാലക്കാടാണ് സാർ. എനിക്ക് 2 ദിവസം കഴിഞ്ഞ് ദുബായിക്ക് തിരിച്ചു പോകേണ്ടതാണ് സാർ. നീ 2 ദിവസം കഴിഞ്ഞോ അതോ 4 ദിവസം കഴിഞ്ഞോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. കേട്ടടാ? നീ ആരാന്ന് പറഞ്ഞു കൊടുക്കും. സാർ, ഞാൻ എറണാകുളത്തൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് പിന്നെ കൂലിയും പേരൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ നീ ആയിരിക്കും ഇവരെ ക്ഷണിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്. സാറേ, അങ്ങനൊന്നും അല്ല സാറേ. സാർ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. സുധി ഇവിടുത്തെ മലകളും പുഴകളെക്കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂടി ഒരു ദിവസം ഇവിടെ നിൽക്കാമെന്ന്. ഇങ്ങനെയൊക്കെ ആവുന്ന ഒരിക്കലും വിചാരിച്ചില്ല സാർ. സത്യം പറഞ്ഞ പേടിച്ചു പോയി സാർ. പേടി കൊണ്ടാണ് സാർ. ആ, കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. കാര്യം പറ, എന്താ സംഭവിച്ചത്? സാറേ, ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കാല് ഒഴുക്കി താഴേക്ക് വീണ് പോയതാ. അയ്യോ പാവങ്ങള്, കഥ കൊള്ളാമല്ലോടോ. സത്യം പറയുന്നത് നിങ്ങൾക്ക് നല്ലത്. സാറേ സത്യമാണ് സാർ, ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ സ്റ്റേഷനിൽ വിവരം കൊടുക്കുന്നതിന് പകരം നിങ്ങൾ എന്തിനാ അവിടെ നിന്ന് നാട് വിട്ടത്? സാർ, അത് പിന്നെ നമ്മൾ ശരിക്കും അങ്ങ് പേടിച്ചു. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കേസും കൊണ്ടാവണ്ടിയൊക്കെ ആയിട്ട് എൻ്റെ പോക്ക് നടക്കില്ല സാർ. അങ്ങനെ എല്ലാം കൂടി നോക്കിയപ്പോൾ ഞങ്ങൾ ആരോടൊന്നും പറയണ്ടെന്ന് തീരുമാനിച്ചു സാർ. പേടിച്ചിട്ടാണ് സാർ. ഇത് റിസർവ്ഡ് ഫോറസ്റ്റ് ആണെന്നറിയില്ലേ? പിന്നെ നിങ്ങൾ കാട്ടിൽ പോകാൻ പെർമിഷൻ എടുത്തിട്ടുണ്ടോ? ഇല്ല സാർ. എന്തേ റോബിൻ്റെ ജോലി? റോബിൻ ട്രിവാൻഡ്രത്ത് ഒരു കമ്പനിയുടെ HR മാനേജറായിട്ട് പണിയെടുക്കുമായിരുന്നു. അവൻ്റെ ബാഗും സാധനങ്ങളൊക്കെ ഇവിടെ വണ്ടിയിലുണ്ട് സാർ. നിങ്ങളുടെ വണ്ടിയിലാ? ആ. വിനോദേ, ഈ റോബിൻ്റെ ബാഗും സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ട്, അതും കൂടെ എടുത്തു. അപ്പോ നിങ്ങളാരും സത്യം പറയില്ലല്ലേ? നിങ്ങൾ ഈ റോബിനെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം പ്ലാൻ ചെയ്തതല്ലേ ഈ ഗെറ്റ് ടുഗദർ? അങ്ങനെയൊന്നും അല്ല സാറേ. പിന്നെ എങ്ങനെയാ? ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല സാർ. ഒരു പേഴ്സും കുറച്ച് ഡ്രസ്സുകളും മാത്രമേ ഉള്ളൂ. അതവിടെ വെച്ച് ശരി സാർ. നിങ്ങൾ മൊബൈൽ എടുത്ത് ഇവിടെ വെക്ക്. ഈ റോബിൻ എങ്ങനെയാ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്നതല്ലേ? ഇതിൽ ആക്റ്റീവ് ആയിരുന്നോ? അതെ സാർ. ഈ റോബിൻ്റെ സോഷ്യൽ മീഡിയ നെയിം എന്താ? റോബിൻ ജോൺ. റോബിൻ ജോൺ. റോബിൻ ജോൺ.